89.6 FM Sargakshetra SK Junction. വെൽക്കം ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. എസ് കെ ജംഗ്ഷനിൽ നമ്മൾ പല വിധമായിട്ടുള്ള അറിവുകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളത് ഓരോ ദിവസവും നമ്മളത് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട്. ഇന്ന് നമ്മൾ എസ് കെ ജംഗ്ഷനിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം മണ്ണിനെ കുറിച്ച് നമ്മൾ അറിയാനായിട്ട് പോകുകയാണ്. മണ്ണിൽ നിന്ന് നമ്മൾക്ക് വിളവെടുക്കുന്ന ഓരോ വിളവുകളായിക്കോട്ടെ അല്ലെങ്കിൽ സസ്യങ്ങളായിക്കോട്ടെ, അതിനെക്കുറിച്ച് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് കേൾക്കാനായിട്ട് പോകുമ്പോൾ എസ്പെഷ്യലി ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയാനായി നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷെർലി സക്കറിയാസ്, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ഫ്രം എറണാകുളം ആൻഡ് ഫോർമർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചർ, കോട്ടയം. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു മാം. നമ്മൾ ഇന്ന് ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. പലർക്കും പല ഐഡിയാസ് ആണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ. ചിലർക്കൊരു ചെറിയൊരു ഐഡിയ മാത്രമായിരിക്കും ഉള്ളത്, ചിലർക്കൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എന്താണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ എസ് കെ ജംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫലവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഒക്കെ കൃഷിയും അതോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഹോർട്ടിക്കൾച്ചറിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് കൂൺ കൃഷിയും അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്രകാരമുള്ള നമ്മൾ റൈസ് അല്ലാതെ, അത് പ്രോട്ടീൻസ് പൾസസ് അല്ലാതെ അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളെ എല്ലാം ഈ ഹോർട്ടിക്കൾച്ചർ എന്നുള്ളൊരു ചെപ്പിനകത്ത് അടച്ച് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് ഹോർട്ടിക്കൾച്ചർ മിഷനിലുള്ള ഹോർട്ടിക്കൾച്ചർ എന്നുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പം ഈ ഹോർട്ടിക്കൾച്ചർ എന്താണ്, അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഇപ്പം റൈസ് അല്ലാതെ മറ്റു വരുന്ന എല്ലാം നമുക്ക് ഈ ഹോർട്ടിക്കൾച്ചറിൽ നമുക്ക് ഉൾപ്പെടുന്ന ഒന്നാണ് എന്നുള്ളത് കേട്ടു. അതുപോലെ തന്നെ ഇപ്പം പലർക്കും സംശയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പലരും കൃഷി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ ഒരുപാട് സ്കീംസ് ഒക്കെ അനുവദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ മാമിൽ നിന്ന് നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM Sargakshetra SK Junction. വെൽക്കം ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള എക്സ്പെർട്ട് ഷെർലി സക്കറിയാസ്, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ഫ്രം എറണാകുളം ആൻഡ് ഫോർമർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചർ, കോട്ടയം. മാം, നമ്മൾ ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പഴങ്ങളും സസ്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ശാസ്ത്ര ശാഖയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്, നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയത്, ഒരുപാട് സ്കീംസ് ഉണ്ട്. ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ നമുക്ക് നൽകുന്ന സ്കീംസ് ഉണ്ട്. ഇതെങ്ങനെയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് ഇതെങ്ങനെയാണ് പ്രയോജനകരമായി മാറുന്നത്? എന്തൊക്കെ സ്കീംസാണ് കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഉള്ളത്? ആക്ച്വലി ഈ ദേശീയ ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുണ്ട്. ഈ പദ്ധതി സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്നതിനായി ഏകദേശം 2005 നവംബർ മാസത്തിൽ രൂപീകൃതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു 2014-15 മുതൽ ദേശീയ ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി, അതായത് ഒരു മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചറിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മിഷൻ മോഡിലാണ് ഇതിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഹോർട്ടിക്കൾച്ചർ വിളകൾ, ഞാൻ പറഞ്ഞുവല്ലോ, ഫലങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കൂൺ കൃഷി തുടങ്ങിയവയെല്ലാം. അപ്പോൾ ഇപ്രകാരമുള്ള വിളകളുടെ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനവും വിതരണവും, ഉൽപ്പാദന വർധനവിനായി പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുക, കൃഷിത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണം നടത്തുക, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുക, സംയോജിത സസ്യ സംരക്ഷണ മുറകൾ നടപ്പിലാക്കുക, സംരക്ഷിത കൃഷി നടപ്പിലാക്കുക, ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക, വിളവെടുത്തതിന് ശേഷം വിളവെടുപ്പ് അനന്തര പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം കൊടുക്കുക, ഹോർട്ടിക്കൾച്ചർ മേഖലയിലെ യന്ത്രവൽക്കരണം, ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ള മാർക്കറ്റുകൾ സ്ഥാപിക്കുക. ഇപ്രകാരം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ധനസഹായം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുള്ളത്. ഇതിലൂടെ കർഷകർക്ക് ഈ ഞാൻ പറഞ്ഞ ഈ എല്ലാ പ്രോഗ്രാമിനുമുള്ള ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
ഓക്കെ, ഇപ്പം ഹോർട്ടിക്കൾച്ചർ മിഷൻ, ഇപ്പം നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് പ്രയോജനകരമാകും വിധമാണ് ഒരുക്കിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് തണുപ്പും കുളിർമയും വെക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പോഷകാഹാരങ്ങൾ നൽകുന്ന ഈ ഒരു ശാസ്ത്രശാഖയായ ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അറിയാം, കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ മണ്ണിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണ്ണിൽ നിന്ന് വിളവെടുക്കുന്ന ഓരോ ഫലങ്ങളെക്കുറിച്ച്, സസ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഹോർട്ടിക്കൾച്ചർ എന്ന ശാസ്ത്ര ശാഖയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായി കൂടെയുള്ളത് ഷേർലി സക്രിയാസ്, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ഫ്രം എറണാകുളം ആൻഡ് ഫോമർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചർ കോട്ടയം. മാം പറഞ്ഞു, ഇപ്പം നമ്മുടെ നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ആയിക്കോട്ടെ, ഇത് നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്കിത് പ്രയോജനകരമാക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസും പറഞ്ഞു. അപ്പം ഇത് ഏതൊക്കെ വിളകൾക്കാണ് ഇത് പറ്റുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്, ഈ ഒരു ഹോർട്ടിക്കൾച്ചറിൽ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കാമോ? നിലവിൽ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് മാവ്, വാഴ, കൈതച്ചക്ക, ടിഷ്യൂ കൾച്ചർ വാഴ, പപ്പയ, സ്ട്രോബെറി തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ജാതി, കറുവാപ്പട്ട, ഗ്രാമ്പൂ എന്നീ സുഗന്ധവ്യഞ്ജന വിളകളും, കശുമാവ്, കൊക്കോ എന്നീ തോട്ടവിളകളും, എല്ലാവിധ പുഷ്പങ്ങളും, അതുപോലെ തന്നെ പച്ചക്കറികളും, ഇതുകൂടാതെ കൂൺ കൃഷിയും തേനീച്ച വളർത്തലും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മാം, നമ്മൾ ഹോർട്ടിക്കൾച്ചറിൽ ഉള്ള ഓരോ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. നമുക്കറിയാം ഓരോ വിളകൾക്കും ഓരോ തരത്തിലുള്ള സബ്സിഡികളാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഹോർട്ടിക്കൾച്ചർ മെഷീൻ ഓരോ വിളകൾക്കും നൽകുന്ന ഈ സബ്സിഡി എങ്ങനെയാണ്, ഏത് വിധമാണ് എന്നുള്ളതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാമോ? ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ വിസ്തൃതി വ്യാപനത്തിനായിട്ട് നമ്മൾ സബ്സിഡി നൽകുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പം വാഴ, പച്ചക്കറികൾ, പപ്പായ ഒക്കെ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വിസ്തൃതി കൂടുന്നതിനനുസരിച്ച്, അതായത് ഏരിയ കൂടുന്നതനുസരിച്ച് സബ്സിഡി കൊടുത്തുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ഇതിനകത്ത് കർഷകരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇവരത് കുറച്ചും കൂടെ കൊമേഴ്സ്യലായിട്ട് വാണിജ്യവൽക്കരണത്തോട് ചെയ്യുമ്പോൾ അവരെ ഇതിൻ്റെ ഒരു നഴ്സറി ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് പ്രോജക്റ്റ് ബേസ്ഡ് ആക്കിയിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇവർ ഇതിൻ്റെ ഒരു പ്രത്യേക പ്രോജക്റ്റ് കൊണ്ടുവന്ന് നമുക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ 40%, അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഇപ്പം 10 ലക്ഷം രൂപയാണെങ്കിൽ 4 ലക്ഷം രൂപ നമ്മൾ സബ്സിഡി കൊടുത്തുകൊണ്ട്. അപ്പോൾ ഓർക്കിഡൊക്കെ നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ഓർക്കിഡ് ആണെങ്കിലും അതുപോലെ ഒത്തിരി നഴ്സറികൾ സ്റ്റാർട്ട് ചെയ്ത്, ജാക്ക് ഫ്രൂട്ടിൻ്റെ നഴ്സറി, ഇവിടെ നഴ്സറി സ്റ്റാർട്ട് ചെയ്ത മീൻസ് ഇവിടെ വിജയിച്ചിരിക്കുന്ന ധാരാളം ആൾക്കാർ ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സബ്സിഡി ലഭിച്ചിട്ടാണ് അവർ ഈ രീതിയിലെത്തിയിരിക്കുന്നത്. കാരണം ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിലേക്ക് നമ്മളൊരു 4 ലക്ഷം രൂപയാണ് ഇവർക്ക് അഡീഷണൽ സബ്സിഡി കൊടുക്കുന്നത്. ഈ 10 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ആ പ്രോജക്റ്റ് നമ്മൾ മീൻസ് വയബിൾ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ബാങ്ക് സബ്സിഡിയും കൊടുത്തുകൊണ്ട്, ബാങ്ക് ലോണ് കൊടുത്തുകൊണ്ട് അതിനകത്തോട്ട് നമ്മൾ സബ്സിഡി മെർജ് ചെയ്ത് കൊടുത്ത് അവരെ ഇത് ചെയ്യാനകത്ത് പ്രാപ്തനമാക്കുന്നു. ഇനി ഇതിലൂടെ ഉണ്ടാക്കുന്ന, ഇപ്പോൾ വാഴകൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വാഴയുടെ വിഭവങ്ങളിൽ നിന്ന് തന്നെ അവർ മൂല്യവർദ്ധിത വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രൈമറി സെക്ടറിലുള്ള ഈ മൂല്യവർദ്ധിത വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 40% സബ്സിഡിയോടുകൂടി ഈ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്ന ഒരു വളരെ ഹൈടെക് ആയിട്ട് വരുന്ന കൃഷിക്കാരുണ്ട്. കാരണം ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കടന്ന് വരുന്തോറും അവരിതിനകത്ത് കൂടുതലായിട്ട് അവർ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് വരുന്നത്. അതിനുള്ള പരിശീലനവും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി തന്നെ നമ്മൾ അതിന് പരിശീലനവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടിഷ്യൂ കൾച്ചർ ലാബുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിനൊക്കെ 1 കോടി വരെ നമ്മൾ പ്രോജക്റ്റ് വെക്കാം. ആ പ്രോജക്റ്റിലുള്ള നമ്മൾ ലോൺ സാങ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിൻ്റെ 40%, അപ്പോൾ അതിൻ്റെ 40 ലക്ഷം രൂപ വരെ നമുക്ക് അതിന് സബ്സിഡി കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ധാരാളം ഗുണഭോക്താക്കൾ നമുക്ക് കോട്ടയത്തുണ്ട്, അതുപോലെ എറണാകുളത്തുണ്ട്. എല്ലാ ജില്ലയിലും ഇതുപോലെ ധാരാളം ഗുണഭോക്താക്കളുണ്ട്.
അപ്പോൾ അവർ വഴിയാണ് ഗുണമേന്മയുള്ള തൈകളും അതുപോലെ നടീൽ വസ്തുക്കളും ഒക്കെ കർഷകർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹോർട്ടിക്കൾച്ചർ മിഷൻ ശരിക്കും കാർഷിക മേഖലയിൽ കർഷകർക്ക് വളരെ നല്ല രീതിയിൽ ഒരു മുതൽക്കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജലസേചനത്തിലാണെന്നുണ്ടെങ്കിൽ കണിക ജലസേചനം, പിന്നെ ഷെയ്ഡ് നെറ്റ്, പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ, ഷെയ്ഡ് നെറ്റിൽ ചെടികൾ വളർത്താൻ വേണ്ടി തന്നെ നഴ്സറികളൊക്കെ ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം നഴ്സറിക്ക് ഷെയ്ഡ് നെറ്റുകൾ വേണം, അതിനകത്തേ വെക്കാൻ പറ്റത്തുള്ളൂ. ഈ ഷെയ്ഡ് നെറ്റുകളെല്ലാം തന്നെ നമ്മൾ സബ്സിഡി കൊടുത്തുകൊണ്ടാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിനെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ വിജ്ഞാന വ്യാപൃതി അല്ലാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം. അതായത് ഇവർ ഒരു ചെയ്യാൻ വരുന്ന വ്യക്തി അതിന് എലിജിബിൾ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് നോക്കി നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അവർക്ക് ഇതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കത്തുള്ളൂ. കാരണം അവരൊരിക്കലും ഇതിൽ കൂടി ഫെയിലിയർ ആവാൻ പാടില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നമ്മളുടെ പ്രോജക്റ്റ് വഴി വന്നിരിക്കുന്ന ഒരാൾക്കാർ പോലും പുറകോട്ട് പോയിട്ടില്ല. അതിൻ്റെ എല്ലാം ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അവരെല്ലാവരും വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഗുണഭോക്താക്കൾക്ക് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഓരോ ഘടകങ്ങൾക്കും എന്തുമാത്രമാണ് എന്നുള്ളത് കേട്ടു. ഇപ്പം നമ്മളത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കേട്ടുള്ളൂ. ഇതുപോലെ ഇനിയും ധാരാളം സേവനങ്ങളുണ്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. അറിയാം, കേൾക്കാം SK ജംഗ്ഷനിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. നമ്മൾ ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശദമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹോർട്ടിക്കൾച്ചറിൻ്റെ അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ളതും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷെർലി സക്രിയാസ്, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ഓഫ് എറണാകുളം ആൻഡ് ഫോമർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചർ കോട്ടയം. നമ്മൾ ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് ഇങ്ങനെ ധാരാളമായി കുറേ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓരോ കൃഷി രീതിയിലും ഇപ്പം നമുക്ക് അപ്ഡേറ്റ്സ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം കൃഷി രീതിയിൽ ഇപ്പം അക്വാപോണിക്സ് പോലുള്ള കൃഷി രീതികൾ വരുന്നുണ്ട്. അപ്പം ഹോർട്ടിക്കൾച്ചറിൽ വന്നിട്ടുള്ള നൂതന കൃഷി രീതികൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്? ശരിക്കും പറയുവാണെങ്കിൽ ഈ ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈബ്രിഡ് ഇനങ്ങൾ ചെയ്താൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ കൂടുതലായിട്ടുള്ള ഉൽപ്പാദനമാണ്. അതും നല്ല മീൻസ് നമ്മൾക്ക് സേഫ് ടു ഈറ്റ് ആയിട്ടുള്ള സുരക്ഷിതമായ ഭക്ഷണം കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് ആൾക്കാർക്ക് ഭക്ഷ്യ സുരക്ഷയും കൂടെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കൃഷിഭവൻ വഴിയൊക്കെ ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ കൊടുക്കുക, അതുപോലെ തന്നെ പപ്പയ കൊടുക്കുക, പപ്പയയുടെ നല്ല സീഡ്ലിങ്സ് കൊടുക്കുക, ഹൈബ്രിഡ് വെറൈറ്റീസ് കൊടുക്കുക, ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ കൊടുക്കുക. ഇത് കൊടുത്തിട്ട് ഇതിന് ജലസേചനം, കണിക ജലസേചനം വഴി ഇത് അതിൻ്റെ പ്ലാന്റേഷൻ സ്ഥാപിച്ചെടുക്കുക. എന്നിട്ട് അതിനെ പരിപാലിച്ചു കൊണ്ട് വരുന്നവർക്ക് നമ്മൾ ധനസഹായം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ധാരാളം ആൾക്കാർ, പുതിയ ന്യൂ ജനറേഷൻ ആൾക്കാർ ഒത്തിരി പേര് ഇതിനകത്തോട്ട് വന്ന് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അറിഞ്ഞുകൊണ്ട് അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ധാരാളം പുതിയ ചെറുപ്പക്കാരുണ്ട്. അതുപോലെ തന്നെ പൂക്കൃഷിയിലാണെങ്കിലും ഓർക്കിഡൊക്കെ കുറേ മീൻസ് നല്ല ആൾക്കാർ വന്നിട്ട് ഓർക്കിഡ് ചെയ്ത് ആ ഓർക്കിഡ് പൂക്കൾ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ ഫ്രഷ് ഫ്ലവറിനൊക്കെ നമ്മളാരും വീട്ടിലൊരു പ്ലാസ്റ്റിക് ഫ്ലവർ വെക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കത്തില്ല. എപ്പോഴും ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കാനാണ് ആഗ്രഹിക്കുക. കാരണം അതൊക്കെ ജീവൻ്റെ ഒരു മീൻസ് നമ്മളുടെ തുടിപ്പാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫ്രഷ് ഫ്ലവേഴ്സിന് എപ്പോഴും നല്ല ഡിമാൻഡാണ്. അപ്പോൾ അത് ഓർക്കിഡ് ഫ്ലവേഴ്സ്, പിന്നെ റോസ്, പിന്നെ ഇപ്പം മാരിഗോൾഡ്, നമ്മളുടെ ബന്ദിക്കൃഷി, ഓണത്തെ ലക്ഷ്യപ്പെടുത്തി നമ്മൾ പൂക്കൃഷി വളരെ വ്യാപിപ്പിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നൂതന കൃഷി രീതികളായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. പിന്നെ ജലസേചന വേണ്ടിയിട്ടുള്ള കുളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇപ്രകാരം ഒരു ഭക്ഷ്യസുരക്ഷയും സുരക്ഷിത ഭക്ഷണവും ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയിൽ അതിനുവേണ്ടി കർഷകർക്ക് കൃഷിഭവൻ വഴി ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മൾ ഹൈബ്രിഡ് തൈകളെല്ലാം വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നൂതനമായിട്ട് നമ്മൾ
ഈ ഹോർട്ടിക്കൾച്ചർ മിഷനിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാം എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു പ്രൊഡക്ട്സ് തന്നെയാണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചറിലൂടെ നമ്മൾ നൽകാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നത്, നമ്മൾ നൽകുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിനുവേണ്ടി നൽകുന്ന സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ഇതുപോലെ തന്നെ നമുക്ക് വിശ്വസ്തയോടുകൂടെ നമുക്ക് ഒരാൾക്ക് കൈനീട്ടി വാങ്ങാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊന്ന് വിളവ് നൽകണം അല്ലെങ്കിൽ മണ്ണിൽ ഉറപ്പിക്കാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു ശാസ്ത്ര ശാഖ തന്നെയാണ് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഇനിയും കേട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അറിയാം SK ജംഗ്ഷനിലൂടെ. പാട്ടുകൾക്ക് ശേഷം കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹോർട്ടിക്കൾച്ചർ നൽകുന്ന സാധ്യതകളെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷേർലി സക്കറിയാസ്, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ഓഫ് എറണാകുളം ആൻഡ് ഫോമർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചർ ഫ്രം കോട്ടയം. മാം, നമ്മളിങ്ങനെ വിശദമായിട്ട് ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം വരെ കേട്ടുകൊണ്ടിരുന്നത് ഇത് നൽകുന്ന കൃഷി രീതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിൽ ഉൾപ്പെട്ടിട്ടുള്ള കൃഷി രീതികൾ, അതിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടു. ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്ന സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടു. അപ്പം ഏതൊരു കർഷകനും ആഗ്രഹിക്കുന്നത് കർഷകന്റെ വിള അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണം, അതിൽ നിന്നൊരു ലാഭം നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഹോർട്ടിക്കൾച്ചർ പ്രക്രിയയിലൂടെ നടത്തുന്ന ഈ ഒരു വിള നമുക്ക് എങ്ങനെ വിപണിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം, അതിന് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്തൊക്കെ സർവീസസ് ആണ്, എന്തൊക്കെ സഹായങ്ങളാണ് നൽകുന്നത്? ഈ കൃഷിക്കാര് ഇപ്പം കൃഷി ചെയ്യുന്ന വിളകൾക്ക് നല്ല വില കിട്ടണമെന്നുള്ളതാണല്ലോ ഏതൊരു കർഷകന്റെയും ആഗ്രഹം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരുടെ കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കി അവരുടെ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസ് ഉണ്ടാക്കാം. എന്നിട്ട് അതിനുശേഷം ഇവർക്ക് ഈ ചെറിയ വിൽപ്പനശാലകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായം ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഗ്രാമീണ വിപണി നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 40% സബ്സിഡിയോടുകൂടി ഗ്രാമീണ വിപണി അവർക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. ഇതിനകത്തുനിന്ന് പറയുന്നത് നമ്മൾക്ക് 100% അത് ലോൺ എടുത്തുകൊണ്ട് അവർക്ക് 40% സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ചെയ്യാൻ വേണ്ടി. എന്നാൽ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ഇവരൊരു ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനൊക്കെ ഉണ്ട് പ്രകാരമുള്ള ഗ്രാമീണ വിപണിയുടെ ധനസഹായം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചെറിയ ചില്ലറ വിൽപ്പനശാലകൾ 15 ലക്ഷം രൂപ വരെയുള്ള ചില്ലറ വിൽപ്പനശാലകൾക്ക് ഇതുപോലെ തന്നെ നമ്മൾ മലയോര പ്രദേശത്താണെങ്കിൽ 50% സബ്സിഡി, നമ്മളുടെ സമതല പ്രദേശത്താണെന്നുണ്ടെങ്കിൽ 35% സബ്സിഡിയോടുകൂടി നമ്മൾ ചില്ലറ വിൽപ്പനശാലകൾക്ക് ധനസഹായം കൊടുക്കുന്നുണ്ട്. അതുപോലെ മൊബൈൽ വെൻഡിങ് കാർട്ട്, അപ്പം നമ്മൾ മൊബൈലായിട്ട് കൊണ്ടു നടന്ന് വിൽക്കുന്ന ആൾക്കാരിങ്ങനെ മൊബൈലായിട്ട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൊണ്ടു നടന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള ധനസഹായം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 30,000 രൂപ വരെയൊക്കെയാണ് അതിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അതിൻ്റെ ഒരു ചെലവിൻ്റെ 50% സബ്സിഡി. ചെറിയ മൊബൈൽ വെൻഡിങ് കാർട്ടുകളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പാക്ക് ഹൗസുകൾ സംഭരിച്ച് പാക്ക് ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. കാരണം ഈ ആ ഒരു ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 15 ലക്ഷം രൂപ വരെയുള്ള യൂണിറ്റുകൾക്കെല്ലാം നമ്മൾ ഒരു 55% വരെ മലയോര പ്രദേശത്തും 40% വരെ സമതല പ്രദേശത്തും നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇപ്രകാരം നമ്മൾ ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ ധനസഹായത്തോടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വിളകൾക്കെല്ലാം വ്യക്തമായ ഉറപ്പായിട്ടുള്ള വിപണിയും കൂടി ഒക്കെയുള്ള ധനസഹായവും കൂടെ ഈ മിഷനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെയൊക്കെ മീൻസ് സബ്സിഡികൾ നമ്മൾ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഹോർട്ടിക്കൾച്ചറിൽ ഒരു കൃഷി അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു കീഴിൽ നമ്മളൊരു കൃഷി നടത്തുകയാണെങ്കിൽ അതിൽ വിപണിയിലേക്കുള്ള സഹായവും സബ്സിഡികളും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞു. ഇനിയും ധാരാളം കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ശാസ്ത്രശാഖ, അതാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് നമ്മൾ വീണ്ടും
കേട്ട് കേട്ട് അത് അറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഈ അറിവുകൾ നമുക്ക് പകരാനായി നമ്മുടെ കൂടെയുള്ളത് ഷേർലി സക്രിയാസ്, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ഓഫ് എറണാകുളം ആൻഡ് ഫോമർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചർ കോട്ടയം. മാം, നമ്മൾ ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേട്ടു എന്തൊക്കെ ഘടകങ്ങളാണ്, എന്താണ് ഹോർട്ടിക്കൾച്ചർ, അതിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ എന്തൊക്കെ സർവീസസ് ആണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, ഇപ്പം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്ന സർവീസസ്, നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്ന സർവീസസ് തുടങ്ങിയത് നമ്മൾ കേട്ടു. ഈ ഒരു കൃഷി നമ്മൾ നടത്തിയ ആൾക്ക് അത് വിപണിയിൽ എന്തൊക്കെ സർവീസസ് ആണ് നൽകുന്നത് എന്നുള്ളത് കേട്ടു. സബ്സിഡികളെ കുറിച്ച് നമ്മൾ കേട്ടു. അക്കൂട്ടത്തിൽ മാം പറഞ്ഞൊരു കാര്യമുണ്ട്, സബ്സിഡികൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുപോലെ, അറിഞ്ഞിരിക്കേണ്ടതുപോലെ, ചെയ്യേണ്ടതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉറപ്പ് വരുത്താം എന്നുള്ളൊരു കാര്യം ഒരു നോട്ടോട് കൂടെയാണ് നമ്മൾ എൻഡ് ചെയ്തത്. അപ്പം ആ ഒരു എൻഡിൽ നിന്ന് തന്നെ നമ്മളിവിടെ ബിഗിൻ ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ഹോർട്ടിക്കൾച്ചർ കൃഷിയിൽ നമുക്ക് വിപണിയിലേക്ക് വേണ്ടി സബ്സിഡി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, സബ്സിഡി ലഭിക്കാനായിട്ട് ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗവൺമെൻറ് അത് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾക്ക് എല്ലാ പഞ്ചായത്തുകളിലും ഒരു കൃഷിഭവനുണ്ടല്ലോ. അപ്പോൾ ഈ കൃഷിഭവൻ വഴിയാണ് കൃഷിക്കാർ ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പ്രവർത്തനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് ഈ കൃഷിഭവനിലൂടെയാണ്. അപ്പോൾ അവിടെ കൃഷി ഓഫീസറുടെ അടുത്ത് അപേക്ഷകൾ കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ വിജ്ഞാന മീൻസ് വിസ്തൃതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ള അപേക്ഷയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ട ഹൈബ്രിഡ് തൈകളെല്ലാം നമുക്ക് അവിടെ നിന്ന് ലഭ്യമാക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കൊമേഴ്സ്യലായിട്ട് പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആ പ്രോജക്റ്റ് ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്, അപ്പോൾ ഒരു DPR എന്ന് പറയും. ചിലപ്പം കർഷകർക്ക് അറിയില്ലായിരിക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനുവേണ്ടി ഹോർട്ടിക്കൾച്ചർ മിഷൻ തന്നെ ഓരോ ബ്ലോക്കുകളിലും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സ്പെഷ്യലായിട്ടുള്ള സ്റ്റാഫിനെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫീൽഡ് സ്റ്റാഫുകളുണ്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ. അപ്പോൾ ഈ ഫീൽഡ് സ്റ്റാഫുകൾ 100% സിൻസിയറിറ്റിയോട് കൂടിയിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്ത് എടുക്കുക. അതൊരു വയബിൾ പ്രോജക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് പ്ലസ് നമ്മൾ എവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ കരമടച്ച രസീതിൻ്റെ കോപ്പിയാണെങ്കിൽ നമുക്ക് സ്വന്തമായ സ്ഥലമാണെങ്കിൽ അവിടുത്തെ കരമടച്ച രസീതിൻ്റെ കോപ്പി, ഇനി നമ്മൾ ലീസിനാണെന്ന് എടുക്കുന്നെങ്കിൽ അതിൻ്റെ ലീസ് എഗ്രിമെൻറ്റ്, പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന മെഷീനറീസ്, അതിൻ്റെ എല്ലാം ഒരു പെർഫോമ ഇൻവോയ്സ്. ഇപ്പം നമ്മൾ ഒരു പാക്ക് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ മെഷീനറീസ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു നഴ്സറി ആണെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ്, ഇതെല്ലാം കൂടെ കൂടി വെച്ചിട്ട് നമ്മൾ കൃഷിഭവൻ വഴി പഞ്ചായത്ത് ലെവലിലുള്ള കൃഷിഭവൻ വഴി ബ്ലോക്കിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെയും കൂടെ റെക്കമെൻഡേഷനോടുകൂടി ജില്ലാ ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഹോർട്ടിക്കൾച്ചർ മിഷന് സമർപ്പിക്കുക. അതിനുശേഷം ഇതിന് വേണ്ടിയിട്ടൊരു ടീം വന്നിട്ട് നിങ്ങളുടെ ഈ ഇൻസ്പെക്ട് ചെയ്ത് ഈ ഇൻസ്പെക്ട് ചെയ്ത റിപ്പോർട്ട് പ്രോജക്റ്റ് അടക്കം നമ്മൾ സംസ്ഥാനത്തേക്ക് അയച്ചു കൊടുക്കും. സംസ്ഥാനത്തുനിന്ന് ഇത് നോക്കിയിട്ട്, കാരണം ഇത് നല്ല രീതിയിൽ ഈ കർഷകന് ഇതിലൂടെ ലാഭത്തിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കി പാസ്സാക്കിയതിന് ശേഷം അവർ തിരിച്ച് നമുക്ക് അയച്ചു തരും. തിരിച്ചയച്ചു തന്ന് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വേണ്ട ഫണ്ട് ഇവർക്ക് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യും. ബാങ്കിലേക്ക് റെക്കമെൻഡ് ചെയ്ത് ബാങ്കിൽ ഫണ്ടും കൂടെ ലഭ്യമാക്കി കഴിഞ്ഞെന്നാൽ നമുക്ക് വീണ്ടും ഈ സബ്സിഡി ഈ പർട്ടിക്കുലർ ബാങ്കിലേക്ക് റിലീസ് ചെയ്യും. അങ്ങനെ കർഷകർക്ക് ഇതിൻ്റെ ധനസഹായം എടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ക്ലിയർ ആയിട്ട് പോകുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് പോകുന്നതെന്ന് ചോദിച്ചെന്നാൽ ഇപ്രകാരം ക്ലിയർ ആയിട്ട് പോകുന്ന ഒരു പദ്ധതിയും വിജയിക്കാതിരിക്കില്ല. ഈ രീതിയിൽ വരുന്ന എല്ലാ കർഷകരും വിജയം തന്നെ കൈവരിച്ചിട്ടേ ഉള്ളൂ ഈ ഭാഗങ്ങളിലെല്ലാം. അങ്ങനെ വിജയിച്ച കർഷകരുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് നമ്മളുടെ കയ്യിൽ. അപ്പോൾ ഇപ്രകാരം കർഷകർക്ക് എല്ലാ വിധ സബ്സിഡികളും ഹോർട്ടിക്കൾച്ചർ മിഷൻ്റേത് ലഭ്യമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല നമ്മളുടെ ആ ഒരു സൈറ്റിൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷനിൽ ഇപ്പോൾ വളരെ ഇപ്പോൾ ഈ വെബിൻ്റെയൊക്കെ വെബ് പേജിൻ്റെയും അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ ആൾക്കാരാണ്. അവർക്കൊക്കെ അറിയാനായിട്ടെന്ന് പറഞ്ഞാൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ ഇതിനെപ്പറ്റിയെല്ലാം വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മീൻസ് പഠിച്ച് പോകാം. അപ്പോൾ അത് അറിയത്തില്ലാത്ത കർഷകർക്കാണ് ഈ പ്രകാരം ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ടുള്ള പ്രയോജനം. അത് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ നേരെ പോയിട്ട് ഈ സൈറ്റിൽ കയറുക, അപേക്ഷ നോക്കുക, ബാക്കി പ്രൊസീജിയറുകൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്
ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോളെ. ഇപ്പം മാം പറഞ്ഞു, ഇപ്പം നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ്, നമുക്ക് ഹോർട്ടിക്കൾച്ചറിൻ്റെ വെബ്സൈറ്റ് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കൃഷിഭവനെ നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ, ഇപ്പം സബ്സിഡികളുടെ ആയിക്കോട്ടെ, വിപണിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ധനസഹായത്തിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള വിശദാംശങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് വെബ്സൈറ്റിലൂടെയും അല്ലാതെ മറ്റെന്തോ ഓപ്ഷൻസ് ആണ്. ഇപ്പം കൃഷിഭവനെ നമ്മൾ ചെന്നാൽ മതിയായിരിക്കുമോ? കൃഷിഭവനിൽ ചെന്നാൽ മതി. കൃഷിഭവനിൽ കൃഷി ഓഫീസർക്ക് ഇതിനെപ്പറ്റി അറിയും ഉറപ്പായിട്ടും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് ഇനി അവർക്ക് നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്ക് ലെവലിൽ നമ്മളൊരു ഫീൽഡ് സ്റ്റാഫിനെ, ഹോർട്ടിക്കൾച്ചറിൻ്റെ തന്നെ ഒരു ഫീൽഡ് സ്റ്റാഫ് സ്പെഷ്യലായിട്ടുണ്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ ഫീൽഡ് സ്റ്റാഫുമായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്ത്, നമ്മളിപ്പം കോട്ടയം ജില്ലയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 11 ബ്ലോക്കുകളിലും ഇതിൻ്റെ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഫീൽഡ് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സേവനം തരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം 100% ആത്മാർത്ഥതയോടുകൂടി എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കുന്നവരാണ്. ഓക്കെ, അങ്ങനെ ഹോർട്ടിക്കൾച്ചർ നമുക്ക് നൽകുന്ന ധനസഹായം, ഇപ്പം വിപണിയിലേക്ക് നമുക്ക് സബ്സിഡികൾ കിട്ടാനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കേട്ടു അറിഞ്ഞു. കഴിഞ്ഞിട്ടില്ല, ഇവിടെ തീരുന്നില്ല, അറിവുകൾ ഇവിടെ തീരുന്നില്ല. ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് വിശദമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാം എന്നുള്ളതും കേട്ടുകൊണ്ടിരിക്കുകയാണ്. SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. SK ജംഗ്ഷനിൽ നമ്മൾ പല വിധമായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കാറുള്ളത്. നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ ഓരോ ഫാഷനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, പുതിയ ഓരോ എന്തൊക്കെയാണോ പുതിയതായിട്ട് വരുന്നത് അവയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നും നമ്മളുടെ കൂടെ തന്നെ നിൽക്കുന്ന, നമുക്ക് സഹായകമായി തന്നെ നിൽക്കുന്ന ശാസ്ത്രശാഖയായിട്ടുള്ള ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ചാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ വിശദീകരിച്ച് പറയാനായിട്ട് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷേർലി സക്കറിയാസ്, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ഓഫ് എറണാകുളം ആൻഡ് ഫോമർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചർ, കോട്ടയം. മാം, നമ്മൾ ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് കേട്ടു, അതിലെ ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ മാം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് കൂൺ കൃഷി, അല്ലെങ്കിൽ ഈ തേനീച്ച കൃഷി എന്നൊക്കെ പറയുമ്പം ഇപ്പം കൂൺ കൃഷിയെ നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് കൂൺ കൃഷിയെ അത് കൃഷി നടത്തുന്ന ആളുകളുണ്ട്. അപ്പം ഹോർട്ടിക്കൾച്ചറിൽ കൂൺ കൃഷിക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സബ്സിഡികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയാമോ? കൂൺ കൃഷിക്ക് നമ്മൾ ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കീഴിൽ സബ്സിഡി ധനസഹായം ചെയ്ത് വന്നിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ കഴിഞ്ഞ വർഷം കൂൺഗ്രാമം എന്നൊരു പദ്ധതി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കൂൺഗ്രാമം എന്ന് പറഞ്ഞ പദ്ധതി RKVY രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഫണ്ട് ചെയ്തുകൊണ്ട് ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അതിപ്പം കോട്ടയം ജില്ലയിൽ അത് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് 100 പാക്കുകളുള്ള ബാഗുകളുള്ള ഒരു യൂണിറ്റിന് നമ്മൾ 11,250 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട് അങ്ങനെ 100 യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഒരു കൂൺഗ്രാമം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കൂണ്, അപ്പോൾ നമ്മൾക്കൊരു ബാഗിൽ നിന്ന് നമ്മൾക്ക് ഏകദേശം ഒരു 2.5-3 കിലോ കൂണ് കിട്ടും. അപ്പോൾ അത് ഒരു 3 മന്ത്സിനുള്ളിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഇവർക്ക് ഇതിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കും. ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ട് ഇതിന് വേണ്ട മെറ്റീരിയൽസ് എല്ലാം സംഘടിപ്പിച്ച് കൊടുക്കും. അപ്പോൾ ഇവരിത് ഇൻസ്റ്റോൾ ചെയ്ത് ഈ 100 യൂണിറ്റിന് ബാഗിൻ്റെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ 11,250 രൂപ സബ്സിഡി കൊടുക്കും. എന്നിട്ട് ഈ കൂണിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് അതിനൊരു പാക്ക് ഹൗസ്, അപ്പോൾ അതിനൊരു ഇവരുടെ എല്ലാവരുടെയും കൂടി കൂണ് കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്ത് നമുക്കതൊരു വിപണിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്ക് ഹൗസിന് വേണ്ടിയിട്ടുള്ള ധനസഹായം കൊടുക്കും. അത് 5 ലക്ഷം രൂപയുടെ ഒരു പാക്ക് ഹൗസിന് നമ്മളൊരു 2 ലക്ഷം രൂപ ധനസഹായം കൊടുത്തുകൊണ്ട് പാക്ക് ഹൗസുകൾ ഡെവലപ്പ് ചെയ്യാം. അതിനുശേഷം ഈ കൂണിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നതിന് വീണ്ടും സബ്സിഡി കൊടുക്കും. അതുപോലെ തന്നെ ഈ പിന്നീട് ഇവർക്ക് ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് സ്പോൺ പ്രൊഡക്ഷൻ നടത്തണം. സ്പോണ് വേണമല്ലോ. അപ്പോൾ എന്ന് നമുക്ക് വേറൊരു കൊമേഴ്സ്യലായിട്ടുള്ള ഒരാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ തന്നെ ഒരാൾക്കാർക്ക് സ്പോണ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ലക്ഷം രൂപ ധനസഹായം കൊടുത്തുകൊണ്ട് സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അവിടെ സ്ഥാപിക്കും. അതിനുശേഷം നമ്മളുടെ ഈ കൂണ് എടുത്ത് കഴിയുമ്പോൾ വരുന്ന ആ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യണം. കമ്പോസ്റ്റ് ചെയ്തവർക്ക് വെർമി കമ്പോസ്റ്റ് ആയിട്ട് മറ്റ് കൃഷികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് 1,00,000 രൂപയുടെ ഒരു യൂണിറ്റാണ് അവർ സെറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ 50,000 റുപ്പീസ് 50% സബ്സിഡി അവർക്ക് കൊടുത്തുകൊണ്ട് ഇപ്രകാരം 100 യൂണിറ്റ് 100 കർഷകരെ ഒരു നല്ല ഫെഡറേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാക്കി കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായവും കൊടുത്തുകൊണ്ടാണ് നമ്മളൊരു കൂൺഗ്രാമം എന്നൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷമാണത് നടപ്പിലാക്കിയത്. കോട്ടയം, എറണാകുളം അല്ല എല്ലാ ജില്ലകളിലും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ വരുന്നു. കാരണം നമുക്കറിയാം കൂണിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ മീൻസ് ആൾക്കാരുടെ ആരോഗ്യത്തിലുള്ള പങ്കിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഇപ്പോൾ കൂണ് കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കൂൺ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷി വിജ്ഞാന കേന്ദ്രം ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും തരുന്നുണ്ട് ഈ ഹോർട്ടിക്കൾച്ചർ മിഷനോട് കൂടിയിട്ട്. അപ്പോൾ ഇപ്രകാരത്തിലാണ് നമ്മൾ കൂൺഗ്രാമം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹോർട്ടിക്കൾച്ചറിലുള്ള കൂൺ കൃഷിയെ കുറിച്ചുള്ളത് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ഒരു വിവരമാണ് ഈ കൂൺ ഗ്രാമം എന്ന് പറയുന്നത്. അത് എന്തൊക്കെ സേവനങ്ങളാണ് നൽകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ട് അറിഞ്ഞു SK ജംഗ്ഷനിലൂടെ. കുറച്ച് കാര്യങ്ങളൂടെ കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിൽ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM ഹോർട്ടിക്കൾച്ചർ. അതാണ് ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ മുഴുനീളം കേട്ടുകൊണ്ടേയിരുന്നത്. ഹോർട്ടിക്കൾച്ചർ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഹോർട്ടിക്കൾച്ചറിൽ അടങ്ങിയിട്ടുള്ളത്, ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്ന സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ കൃഷിയിൽ ഒരാൾക്ക് എന്തൊക്കെ സേവനങ്ങൾ നൽകുന്നു, എന്തൊക്കെ വിളകളാണ് നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളത്, അതിന് നട്ടുപിടിപ്പിച്ച് നമുക്ക് കിട്ടിയ ഒരു വിള എങ്ങനെ വിപണിയിൽ ഇറക്കി നമുക്കതൊരു ലാഭം കൊയ്യാം എന്നുള്ളതും ഒക്കെ നമ്മൾ കേട്ടു അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഷെർലി സക്കറിയാസ്, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ഓഫ് എറണാകുളം ആൻഡ് ഫോമർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചർ കോട്ടയം. മാം, നമ്മൾ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും മാം ഓരോന്നും എലാബറേറ്റ് ചെയ്ത് നമുക്ക് കേട്ട് ഇരുന്ന് നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആൻഡ് ഇതൊക്കെ നമ്മൾ കേട്ടു അറിഞ്ഞപ്പോൾ മാമിന് അറിയാം. ഇപ്പം മാം കുറച്ചധികം വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ തന്നെ നിലയിൽ ഇപ്പം എന്ന് പറയുന്നത് കൃഷിയോട് ഒരു 50% ആൾക്കാർ വിമുഖത കാണിക്കുന്നുണ്ട്. ബാക്കി 50% കുറച്ചും കൂടെ കൃഷിയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം ഈ ഒരു ഹോർട്ടിക്കൾച്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് എന്തുമാത്രമാണ് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതായത് ഇപ്പം നമ്മളുടെ ഒരു കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ അതിന് ഹോർട്ടിക്കൾച്ചറിന് വളരെ അനന്ത സാധ്യതകളാണുള്ളത്. കേരളത്തെ ശരിക്കും പഴങ്ങളുടെയും പൂക്കളുടെയും പച്ചക്കറിയുടെയും ഒരു കൂടെയായിട്ടെടുത്ത് മാറ്റാനായിട്ട് സാധിക്കും ഇവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ചുകൊണ്ട്. അതായത് നമ്മളുടെ ഇടുക്കി, നമ്മളുടെ മലയോര പ്രദേശങ്ങൾ, സമതലങ്ങൾ, തീരപ്രദേശങ്ങളാണെങ്കിൽ പോലും സ്പൈസസും അതും ഇതുമൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് ഹോർട്ടിക്കൾച്ചറിലേക്ക് ആകൃഷ്ടമായിട്ട് ഒത്തിരി യുവാക്കൾ തന്നെ കടന്നു വരുന്നുണ്ട് ഇപ്പോൾ. കാരണം നമുക്ക് വരുന്ന എൻക്വയറീസ് ഇപ്പം മുൻകാലത്തിലുള്ളതിൽ ഉപരി അവരെല്ലാം കൊമേഴ്സ്യലായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്കറിയാം നമ്മളുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മളൊരു ദിവസം ഓരോ വ്യക്തി നമ്മളൊരു 300 ഗ്രാം പഴവും പച്ചക്കറിയുമെങ്കിലും കഴിച്ചിരിക്കണമെന്നാണല്ലോ WHO സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട്. അപ്പോൾ ഈ പഴങ്ങളും പച്ചക്കറികളും എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ലഭ്യമാവണം. അത് നമ്മളുടെ ആരോഗ്യത്തിന്, ഹെൽത്തിന്, രോഗപ്രതിരോധ ശക്തിക്ക് എല്ലാം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് സേഫായിട്ട് ഉണ്ടാക്കണം, ഇതിന് വിപണി ഉറപ്പാക്കണം, ഇത് എത്തിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള സാധ്യതകൾ നമ്മളുടെ ഈ കേരളത്തിലുള്ള വിഭവങ്ങൾ വെച്ചിട്ടും നമ്മുടെ കാലാവസ്ഥ വെച്ചിട്ടും ഈ പല പല കൃഷികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ധാരാളം കൊമേഴ്സ്യലായിട്ട് കർഷകർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വിപണിയിലോട്ട് എത്തിക്കുന്നുണ്ട്, അതൊക്കെ മനുഷ്യർക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം സ്ട്രോബെറി, നമ്മൾ ഇടുക്കിയിൽ ഇഷ്ടംപോലെ സ്ട്രോബെറി ഉണ്ടാക്കുന്നുണ്ട്, അതിന് ഹോർട്ടിക്കൾച്ചർ ധനസഹായം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിളയായ വാഴക്കൃഷി, വാഴയുടെയൊക്കെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല. അത്രയും പ്രാധാന്യമുള്ള നമ്മളുടെ ഹെൽത്തിന് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു പഴമാണല്ലോ വാഴപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ വാഴപ്പഴത്തിൻ്റെ ഒരു വലിയ അനന്ത സാധ്യതകളാണ് നമ്മളുടെ കേരളത്തിലുള്ളത്. കേരളത്തിലെ ഓരോ മണ്ണും നമുക്ക് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് വിള കൊണ്ട് നിറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും.
അതിന് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നമുക്ക് ഈ കേരളത്തെ ഒരു പഴക്കൂടയാക്കാം, പൂക്കൂടയാക്കാം, സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു കൂടയാക്കാം എന്നൊക്കെയുള്ള ഒരു സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് മാത്രം ഉപയോഗിക്കുകയല്ല, പുറത്തേക്ക് കയറ്റി അയക്കുന്നതിന് നമുക്ക് സാധിക്കും. അപ്പോൾ വെളിയിൽ രാജ്യങ്ങളിലൊക്കെയുള്ള ആൾക്കാർക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രകാരമുള്ള അധികമായിട്ടുള്ള ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കയറ്റി അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഇതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പഴം പോലും കേടാവാതെ പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, പാഷൻ ഫ്രൂട്ടൊക്കെ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. വളരെ ചെറുപ്പക്കാരൊക്കെ അതിനകത്തോട്ട് ആകൃഷ്ടമായിട്ട് വന്നിട്ട് അത് നല്ല രീതിയിലാണത് ചെയ്ത് അതിൻ്റെ ജ്യൂസും ഒക്കെ പ്രിസർവ് ചെയ്ത് വെളിയിലേക്കൊക്കെ വിപണിയിൽ അയച്ചു കൊടുക്കുന്ന ധാരാളം പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളെല്ലാവരും ഈ ഹോർട്ടിക്കൾച്ചറിൻ്റെ വിളകൾക്ക് അനന്ത സാധ്യതകളാണുള്ളത്. അത് പ്രയോജനപ്പെടുത്തുകയും വേണം. അന്ന് കേരളത്തെ ആ രീതിയിലുള്ള ഒരു ഹോർട്ടിക്കൾച്ചർ യൂണിറ്റായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കും. അങ്ങനെ ഹോർട്ടിക്കൾച്ചർ കൃഷിയിൽ പുതിയ പുതിയ പ്രോജക്ട്സ് കൊണ്ടുവരുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നവർക്ക് ഒരു സേവനമായിട്ടൊരു സഹായഹസ്തമായിട്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉണ്ട്, ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുകയായിരുന്നു മാമിൻ്റെ ഓരോ വാക്കുകളിലൂടെയും. മാം പറഞ്ഞു, ഇപ്പോൾ മാം പറഞ്ഞതിൽ എടുത്തു പറഞ്ഞ ഒരുപാട് വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ യുവത്വം നിറഞ്ഞ ആളുകൾ വരുന്നുണ്ട് ഇങ്ങനത്തെ മിഷനോടനുബന്ധിച്ച്, അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ മിഷനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കേട്ടപ്പം യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്കും കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവർക്കൊരു കൈ പിടിച്ച് കൃഷിയിലേക്ക് ഇറക്കാനായിട്ട് ഹോർട്ടിക്കൾച്ചർ കൂടെ ഉണ്ട് എന്നുള്ളൊരു വാക്കോട് കൂടെ നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷൻ ഇവിടെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായിട്ടുള്ളത്. മാം, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ ഹോർട്ടിക്കൾച്ചറിനോടനുബന്ധിച്ച് നമ്മളിന്ന് കേട്ടു, അറിഞ്ഞു. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. മാമിന് എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്? ഞങ്ങൾ കൃഷി വകുപ്പിൽ നിന്നുള്ള എല്ലാ സഹായവും കൃഷിയിലേക്ക് വരുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കും. അത് ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി ഹോർട്ടിക്കൾച്ചറിൻ്റെ മീൻസ് ഓരോ വിളകളും കൃഷി ചെയ്യുന്നവർക്കും അതിനോടനുബന്ധ മേഖലകളിലും എപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൈത്താങ്ങായിട്ട് നിങ്ങളുടെ വിത്ത് മുതൽ വിപണി വരെ ഞങ്ങൾ കൂട്ടത്തിലുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾ ഈ അവസരത്തിൽ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. കർഷകർക്ക് വേണ്ടിയിട്ടൊരു കൈയായിട്ട് അല്ലെങ്കിൽ ഒരു സഹായമായിട്ട് ഹോർട്ടിക്കൾച്ചർ നിൽക്കുന്നു എന്നത് ഞങ്ങളതും കേട്ടു അറിഞ്ഞു. മാം അത് ഞങ്ങളെ ഒരുപാട് കണ്ണൊരു വിഷൻ തന്നു. ഇങ്ങനെയൊക്കെയാണ് ഹോർട്ടിക്കൾച്ചർ, ഇങ്ങനെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഒരു കണ്ണ് തുറപ്പിച്ച് തന്നതിന് ഒരുപാട് നന്ദി. അപ്പം നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേട്ട് അറിഞ്ഞത് ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ചാണ്. വിശദമായിട്ട് ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് കേട്ടു. അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്നുള്ളത് നമ്മൾ കേട്ടു. അതിൻ്റെ സാധ്യതകൾ നമ്മൾ കേട്ടു അറിഞ്ഞു. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്ത തലമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ കേൾക്കാം SK ജംഗ്ഷനിലൂടെ. ഇന്നത്തെ SK ജംഗ്ഷൻ മാത്രമേ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. സോ ദിസ് ഈസ് RJ Jo signing off from SK Junction and you are listening to Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra.